ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നോമ്പ് തുറക്കുമ്പോഴോ അല്ലെങ്കിൽ 4 മണി പലഹാരമൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഈസി സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവരും വീഡിയോ കണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതിനു വേണ്ടി ആദ്യം തന്നെ ഞാനിവിടെ 3 പൊട്ടറ്റോ എടുത്ത് ചെറിയ പീസാക്കി വെച്ചിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. അതൊരു കുക്കറിലേക്ക് ഇട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കണം. അതിലേക്ക് കുറച്ച് വെള്ളവും ഉപ്പും ഇട്ടതിന് ശേഷം വേവിച്ചെടുക്കണം. നല്ലതുപോലെ വെന്ത് കിട്ടണം. നമുക്കിത് തീരെ കട്ടയൊന്നുമില്ലാതെ ഉടച്ചെടുക്കേണ്ടതാണ്. അതുകൊണ്ട് നല്ലതുപോലെ വേവിച്ചെടുക്കുക. ഇപ്പം ഞാനിത് വേവിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നല്ലോണം ഒരു കയ്യിലോ അല്ലെങ്കിൽ ഒരു സ്മാഷർ ഉപയോഗിച്ച് നല്ലോണം ഒന്ന് കുത്തി ഉടച്ച് കൊടുക്കുക. തീരെ കഷ്ണങ്ങളൊന്നുമില്ലാതെ കട്ടകളൊന്നുമില്ലാതെ കുത്തി ഉടച്ച് കിട്ടണം. കുത്തി ഉടച്ചെടുക്കുക. പിന്നീട് ഞാൻ അതേ കുക്കറിൽ തന്നെ ഒരു 4-5 പീസ് ചിക്കൻ ഇട്ട് കുറച്ച് ഉപ്പും വെള്ളവും ചേർത്ത് തന്നെ വേവിക്കുന്നുണ്ട്. അതൊന്ന് വേവിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച പൊട്ടറ്റോയിലേക്ക് കുറച്ച് ഒരു സവാള കൊത്തി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് പച്ചമുളകാണ്. അതിലേക്ക് ഞാനൊരു 3-4 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഇഞ്ചി, 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് ചെറുതായി അരിഞ്ഞത്. പിന്നെ വേണ്ടത് കുരുമുളകാണ്, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. പിന്നെ വേണ്ടത് നേരത്തെ വേവിച്ച് വെച്ച ചിക്കൻ നല്ലോണം ഒന്ന് മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ചേർത്ത് കൊടുത്താലാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അതും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ബ്രെഡാണ്. ഞാനിവിടെ 3 പൊട്ടറ്റോയിലേക്ക് 3 ബ്രെഡ് ആണ് എടുത്തത്. അത് ഇതുപോലെ വെള്ളം ഒഴിച്ച് നല്ലോണം ഒന്ന് കുതിർന്നതിന് ശേഷം നല്ലോണം ഒന്ന് പിഴിഞ്ഞ് അതിലേക്ക് ചേർത്ത് കൊടുക്കണം. നല്ലോണം പിഴിഞ്ഞിട്ട് തന്നെ ചേർക്കണം, അല്ലാതെ നമ്മുടെ പൊട്ടറ്റോ മിക്സിൽ വെള്ളം കൂടിപ്പോവും. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു മാഗി ക്യൂബ്സ് ആണ്. ഞാനിവിടെ ചേർക്കാൻ വിട്ടുപോയതാണ്. അതാദ്യം തന്നെ ചേർത്ത് കൊടുത്താൽ അതിൻ്റെ കൂട്ടത്തിലങ്ങ് മിക്സായി പോകും. ഇതെന്നോട് വിട്ടുപോയതാണ്. അത് നല്ലോണം ഒന്ന് പൊടിയായിട്ട് പൊടിച്ചെടുത്തിട്ട് വേണം അത് ചേർത്ത് കൊടുക്കാൻ. അതിൽ നല്ലോണം മിക്സ് ആവണം അത്, അല്ലെങ്കിൽ അവിടെ ഉപ്പ് രസം കൂടും. അപ്പോൾ ഉപ്പിടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. മാഗി ക്യൂബ്സ് ചേർക്കുന്നത് കൊണ്ട് തന്നെ ആദ്യം ഉപ്പിടുമ്പോൾ കുറേശ്ശെ ഇട്ട് കൊടുക്കണം. ഇനി ഇത് നമ്മുടെ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ തടവിയതിന് ശേഷം ഇനി ഇത് നമുക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിലാക്കി എടുക്കാം. ഞാനിവിടെ ഒരു ഓവൽ ഷേപ്പാണ് ഉണ്ടാക്കുന്നത്. ഇനി റൗണ്ടോ അല്ലെങ്കിൽ പരത്തിയിട്ടോ ഷേപ്പ് ഏതാനും കുഴപ്പമില്ല. ഏത് ഷേപ്പായാലും ഇത് ട്രൈ ചെയ്തെടുത്ത് കഴിച്ചാൽ വളരെ ടേസ്റ്റുള്ളൊരു സ്നാക്സാണ്. നമുക്ക് നോമ്പ് തുറക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു 4 മണി പലഹാരമായിട്ടൊക്കെ അല്ലെങ്കിൽ വിരുന്നുകാരൊക്കെ വീട്ടിൽ വരുമ്പോഴൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു അടിപൊളി സ്നാക്സാണ്. എല്ലാവരും ഒന്ന് വീഡിയോ കണ്ട് ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇനി നമുക്ക് വേണ്ടത് ഒരു 2-3 സ്പൂൺ മൈദ കുറച്ച് വെള്ളത്തിലൊന്ന് കലക്കിയെടുക്കണം. അത് കട്ടയൊന്നുമില്ലാതെ നല്ലോണം കലക്കിയെടുക്കുക. പിന്നെ വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ്. ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞിട്ടാണ് നമ്മളിത് പൊരിക്കുന്നത്. ആദ്യം തന്നെ ആ മൈദ മിക്സിയിലേക്ക് ചേർത്ത് നല്ലോണം ഒന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം ബ്രെഡ് ക്രംസ് ചേർത്ത് നല്ലോണം ഒന്ന് പൊതിഞ്ഞെടുക്കുക. എന്നിട്ട് ചൂടായ വെളിച്ചെണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോഴേക്കും നമ്മുടെ സ്നാക്സ് റെഡി ആയിട്ടുണ്ടാവും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി ടേസ്റ്റാണ്. ഇനി ചിക്കൻ വേണ്ടാത്തവർ ചിക്കൻ ഇല്ലാതെ വെറും വെജിറ്റബിൾസ് മാത്രം ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോഴേക്കും ഞാനിവിടെ ഒരു പാനിൽ വെളിച്ചെണ്ണ ചൂടാവാൻ വെച്ചിരുന്നു. അത് ചൂടായിട്ടുണ്ട്. നല്ലോണം ചൂടായതിന് ശേഷം അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ സ്നാക്സ് ഇട്ട് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. 2 ഭാഗവും ഒരുപോലെ ബ്രൗൺ കളറാകുന്നത് വരെ പൊരിച്ചെടുക്കുക. ഇനി അത് കോരിയെടുത്ത് നമുക്ക് സെർവ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ അടിപൊളി സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്.
എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത ഒരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം.